നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്വാമി ഉദിത് ചൈതന്യ നയിക്കുന്ന ഗുരു ഉവാച എന്ന ചോദ്യോത്തര പങ്ക്തിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം സ്വാമി. നമസ്കാരം, പ്രണാമം. എല്ലാവർക്കും കോടി പ്രണാമങ്ങൾ. അതുപോലെ തന്നെ സ്വാമിജി, ഇപ്പോഴത്തെ തലമുറ ഏറ്റവും പറയുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ബിസിനസ്സിൽ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവര് പറയും എന്റെ അച്ഛനമ്മമാര് സമ്മതിക്കുന്നില്ല. പൊതുവെ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഈ ഒരു പ്രശ്നമുള്ളത്. അവര് എത്രത്തോളം മക്കള് ബിസിനസ്സിൽ താല്പര്യം കാണിക്കുന്നു അതിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഈ പാരന്റ്സിന്റെ പ്രതികരണം. ഇതിനെക്കുറിച്ച് എന്താണ് സ്വാമിജിക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ കുറെ മുടക്കികൾ എന്ന് പറയൂലേ, വഴിമുടക്കികൾ. നമ്മുടെ വീട്ടിൽ തന്നെ കുറെ വഴിമുടക്കികൾ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അപ്പ തന്നെ ചോദിക്കും, നേരെ ആവടാ നീ, നന്നാവടാ നീ, എന്ന് ചോദിക്കുന്ന ആളുകൾ. ഈ ചില അച്ഛന്മാരാണെങ്കിൽ അങ്ങനത്തെ സ്വഭാവമുള്ളവരാണ്. മകൻ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചു പോകാന്ന് വിചാരിച്ച് കാലൊക്കെ തൊടുന്ന സമയത്ത് പാസ്സാവോന്ന് അറിയില്ല, എന്നാലും ശ്രമിച്ചു നോക്കുന്നു. ഇങ്ങനെയുള്ള കുറെ ശല്യന്മാർ, ഞാൻ ഇവരെയൊക്കെ വിളിക്കുക ശല്യന്മാരെന്നാണ്. കാരണം മഹാഭാരതത്തിലെ ശല്യൻ എന്ന കഥാപാത്രം ഇങ്ങനെയാണ്. കർണൻ യുദ്ധക്കളത്തിലേക്ക് പോകുന്ന സമയത്ത് കർണനെ ഒട്ടും ഇഷ്ടമല്ല ശല്യർക്ക്. അത് ദുര്യോധനൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ സാരഥി ഏറ്റെടുത്തത്. അങ്ങനെ കർണനെ പിക്കപ്പ് ചെയ്യാൻ പോവാണ്, രഥം കൊണ്ട് പോവാണ്. കർണൻ അങ്ങനെ അമ്പും വില്ലൊക്കെ ആയിട്ട് ആവനാഴിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇറങ്ങി വരുന്നു. യോദ്ധാവായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ശല്യര് പറയണം, ആയുധമൊക്കെ എടുത്തുവോ കർണാന്ന്. ആയുധം എടുത്തു എന്ന് ഒരു വലിയൊരു കേമനായിട്ടുള്ള ഒരു യോദ്ധാവിനോടാ ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആവനാഴി കാണിച്ചു കൊടുത്തു. അല്ല, ഉപയോഗിക്കാൻ അറിയാത്തവൻ ഇനി എന്തെടുത്തിട്ടും കാര്യമില്ലല്ലോ എന്ന്. കൊടുക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. പിന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ് പാവത്തിനെ മാനസികമായി ഇങ്ങനെ തളർത്തുന്ന ഒരു ശല്യരെ മഹാഭാരതത്തിൽ കാണാം. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു പുനർജന്മമായിരിക്കാം മിക്കവാറുടെ അച്ഛന്മാരും അമ്മമാരും. അവർക്ക് എന്തോ കുറച്ചൊക്കെ ശല്യന്റെ ബ്ലഡ് കിട്ടിയിട്ട് തോന്നുന്നു. രാവിലെ തുടങ്ങും, നേരെയാവോ തോന്നില്ല, നന്നാവോ തോന്നില്ല, എന്നാലൊന്ന് ശ്രമിച്ചു നോക്കൂന്ന്. അപ്പോ ഈ തരത്തിലുള്ള വഴിമുടക്കികള്, ഈ തരത്തിലുള്ള ശല്യന്മാര്, ആ ആളുകളുടെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ ഒരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറില്ല. പലപ്പോഴും നമ്മൾ ആ റിസ്ക് എടുക്കണം. ചില കാര്യത്തില് റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പലപ്പോഴും നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് അറിയില്ല, വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അച്ഛനമ്മമാരുടെ ജോലിയാണ് മക്കൾ അതിൽ അല്പം പുറകോട്ട് പോയാലും അവരതിനെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള മനസ്സുള്ളവരായിരിക്കണം. അതായത് തളരുന്ന സമയത്തൊക്കെ പ്രചോദനവും ഊർജവും കൊടുത്ത് അവരെ അതിൽ തന്നെ പിടിച്ചു നിർത്താൻ അച്ഛനമ്മമാർക്ക് സാധിക്കുകയാണെങ്കിൽ ആ പുത്രൻ വിജയം കണ്ടിരിക്കും. അതിന് പകരം എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടും അവനെ ചോദ്യം ചെയ്തുകൊണ്ടും സംശയം ജനിപ്പിച്ചുകൊണ്ടും ആണ് അച്ഛനമ്മമാര് പ്രവർത്തിക്കുന്നെങ്കിൽ ഒരിക്കലും ചിറക് വിടർന്ന് അവർക്ക് പറക്കാൻ സാധ്യമല്ല. ഞാനൊരു കഥ പറയുമ്പോൾ നിൽക്കുന്നത് മനസ്സിലാവും. ഒരു രാജ്യത്തിലെ രാജാവ്, അദ്ദേഹത്തിന്റെ കാല് പോയി. അപ്പൊ സ്വാഭാവികമാണ് ക്രച്ചിലെ അദ്ദേഹത്തിന് നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം ഒരു ഉത്തരവിറക്കി, ഇനി ജനിക്കുന്ന കുട്ടികളൊക്കെ, അവിടുത്തെ ജനങ്ങളൊക്കെ ക്രച്ച് ഉപയോഗിച്ച് നടക്കണം. കാലുകൾ ഉള്ളവർ പോലും ക്രച്ച് ഉപയോഗിച്ച് നടക്കണം. എന്ന് ആലോചിച്ച് നോക്കുക, ഒരു രാജ്യത്തിലെ ആളുകൾ മുഴുവൻ ക്രച്ചിലൂടെയാണ് നടക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു വിവേകമില്ലാത്ത ഏർപ്പാട്, എല്ലാവരും ക്രച്ചിലൂടെ നടക്കുന്നത് സാധിക്കണ കാര്യമില്ല. അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഇതിനെ എടുത്തു കളയുന്നു. ഒരു മൈതാനത്തിൽ വെച്ച് അദ്ദേഹം തന്റെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ ഈ ക്രച്ചില്ലാതെ ജീവിക്കുന്ന രാജാവിനെ വെട്ടിക്കൊന്നാലും ഞാനിത് ഉപയോഗിക്കില്ല. അപ്പൊ എല്ലാവരും പരിഹസിച്ചു, നിനക്കത് ഉപയോഗിക്കാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? കാരണം കുറെ കാലമായി ഇത് ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ആ കുട്ടി ഗ്രൗണ്ടിലെത്തിയിട്ട് ഈ ക്രച്ച് അങ്ങോട്ട് വലിച്ചെറിയാണ്. പക്ഷെ കാലിങ്ങനെ വിറയ്ക്കുന്നുണ്ട്, കാരണം ഇത്രയും കാലം നിന്നിട്ടില്ല. പിന്നെ ആ കുട്ടി ഓടുകയാണ്. ഓടുന്നതിൻ്റെ ഇടയിൽ കാല് തെറ്റി വീഴുന്നു. എല്ലാവരും പരിഹസിച്ചുകൊണ്ട് പറയുന്നു, നിനക്ക് അപ്പോഴേ അറിയില്ല ഇത് ഉപയോഗിക്കാതെ നമുക്ക് നടക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ വന്ന് തോളി തട്ടിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് ഇനിയും ഉയർത്തെഴുന്നേറ്റ് ഓടാൻ സാധിക്കുന്നു, നീ ഒരിക്കലും പുറകോട്ട് നോക്കരുത്, ഉയർത്തെഴുന്നേറ്റ് ഓടുമെന്ന്. അപ്പം ആ കുട്ടി ഉയർത്തെഴുന്നേറ്റ് ഓടുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ക്രച്ച് ഉപയോഗിക്കാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുള്ളത്. ഇതുപോലെ അച്ഛനമ്മമാര് കുട്ടികളുടെ ഒരു ക്രച്ചായി മാറരുത്. അവർ സ്വതന്ത്രരായിട്ട് വളരട്ടെ. അപ്പം അവരെന്തെങ്കിലും സംരംഭം തുടങ്ങുമ്പോൾ അതിന് പ്രചോദനവും ഊർജവും ഉണർവൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. വീഴും, പലപ്പോഴും കുട്ടികൾ വീണു പോകാറുണ്ട്. അപ്പൊ വീണ്ടും അവരെ എണീക്കാൻ വേണ്ടിയിട്ട് അച്ഛനമ്മമാര് പരിശ്രമിക്കണം. അവരെ തോളിൽ തട്ടി പ്രോത്സാഹിപ്പിക്കണം. അതിന് പകരം നെഗറ്റീവായി ശല്യരെ പോലെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രചോദനവും ഊർജവും നഷ്ടപ്പെടും. എനിക്ക് പറയാനുള്ളത്, മഹാഭാരതത്തിലെ അതിഗംഭീരനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ദുര്യോധനൻ. ആ ദുര്യോധനന്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഭഗവത്ഗീതയിൽ കാണാം. ഭഗവത്ഗീത തുടങ്ങുമ്പോൾ തന്നെ വളരെ രസമാണ്. ഇതൊക്കെ നിങ്ങൾ ഗീതയായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോഴല്ലോ, നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം അവിടെ തന്നെയുണ്ട്. ഗീത തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്
ദുര്യോധനൻ യുദ്ധക്കളത്തിലേക്ക് വന്ന് ആചാര്യം ഉപസംഗമ്യ തന്റെ ഗുരുവിന്റെ അടുത്തേക്ക് പോയി. യുദ്ധക്കളത്തിൽ എല്ലാ സൈന്യാധിപന്മാരും നിൽക്കുകയാണ്. ആചാര്യം ഉപസംഗമ്യ എന്നിട്ട് ആചാര്യന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ്, അങ്ങ് കണ്ടോളൂ, ആരാണ് കാണേണ്ടത്? ദൃഷ്ടദ്യുപ്നനെ കാണൂ എന്നാണ് ആദ്യം പറയണത്. ആരാണ് ഈ ദൃഷ്ടദ്യുപ്നൻ? ദ്രോണാചാര്യരെ കൊല്ലാനായി വന്ന പുത്രനാണ്. ആര്? ദൃഷ്ടദ്യുപ്നൻ. തന്റെ ശത്രുവിനെ കാണാനാണ് പറയുന്നത്. നോക്കിക്കോളൂ, സൂക്ഷിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ദ്രോണാചാര്യരോട് പറയുന്നത്, അപര്യാപ്തം അസ്മാകം ബലം, നമ്മുടെ ബലം അപര്യാപ്തമാണ്. ഈ ഭീഷ്മനാൽ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ ബലം അപര്യാപ്തമാണ്. പര്യാപ്തമിതമേദേശാം ബലം ഭീമാഭിരക്ഷിതം, ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന പാണ്ഡവ സൈന്യം പര്യാപ്തമാണ്. നിങ്ങൾ മഹാഭാരതത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതം വരും. 11 അക്ഷൗഹിണി പടയാണ് കൗരവന്മാരുടെ പക്ഷത്ത്, വെറും 7 അക്ഷൗഹിണി പടയാണ് പാണ്ഡവരുടെ പക്ഷത്ത്. പക്ഷേ എന്നിട്ടും ദുര്യോധനൻ പറയുന്നത് നമ്മുടെ സൈന്യം അപര്യാപ്തമാണ്, പാണ്ഡവരുടെ ബലം പര്യാപ്തമാണ് എന്ന് പറയുമ്പോൾ അയാളിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് ഭീഷ്മാചാര്യ തസ്യ സഞ്ജനയൻ ഹർഷം, അവന് ഒരു ഹർഷമുണ്ടാക്കാൻ വേണ്ടി, ഊർജവും ഉണർവും ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ ശംഖോ ദത്മോ എന്നാണ്, തന്റെ ശംഖെടുത്ത് ഉച്ചത്തിൽ വിളിച്ചു എന്നാണ്. ഇതുപോലെയായിരിക്കണം രക്ഷിതാക്കള്. മക്കളൊരു പക്ഷെ ദുര്യോധനനെ പോലെ സംശയിക്കുന്ന സമയത്ത്, തളരുന്ന സമയത്ത് ശംഖെടുത്ത് വിളിച്ചവരെ ഉണർത്തുന്നതിന് പകരം മറിച്ച് നിങ്ങൾ ഒരു ധൃതരാഷ്ട്രരെ പോലെ മാനസികമായി തളർത്തുന്ന, ശല്യരെ പോലെ തളർത്തുന്ന, ദുര്യോധനെ പോലെ തളർത്തുന്നവരായി തീർന്നാൽ എങ്ങനെ നിങ്ങളുടെ മക്കൾക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും? അതുകൊണ്ട് വീഴ്ചകൾ സംഭവിക്കും, പക്ഷേ അതിനെ മറികടക്കാനുള്ള കരുത്തും ശക്തിയും കൊടുക്കേണ്ടത് അച്ഛനമ്മമാരുടെ ധർമ്മമാണ്. സ്വാമിജി, ബിസിനസ്സുകാർക്ക് പൊതുവെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ അച്ഛനമ്മമാർക്ക് പേടിയാണ്. അപ്പൊ ഫസ്റ്റ് ഒരു ആലോചന വരെയാണ്, പുള്ളിക്ക് എന്താ ജോലി, പയ്യൻ എന്താ ജോലി എന്ന് വെച്ചാൽ ബിസിനസ്സാന്ന് പറഞ്ഞപ്പോൾ ബിസിനസ് ആണ്, എപ്പോ പൊട്ടും എന്നറിയില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. ഇവർക്ക് എന്താണ് സ്വാമിജിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? ശരിയാണ്. കാരണം മിക്കവാറും അച്ഛനമ്മമാർക്ക് മകളെ കുറിച്ച് നല്ല ബുദ്ധിയുണ്ട്. കാരണം അവളുടെ കാര്യത്തിൽ ഒരു പൊട്ടുന്ന ആളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അവൾ വളരെ ഒരു പൊട്ടിയാണ്. ഇനിയിപ്പോ പൊട്ടുന്ന ആളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പൊട്ടും, അത്രയേ ഉള്ളൂ. അപ്പോ പലപ്പോഴും രക്ഷിതാക്കള് ബിസിനസ്സുകാരെ ഒരു പൊതുവെ, എല്ലാവരും അല്ല, ഒരു പരാജയപ്പെടാൻ പോകുന്നവരായി കാണുന്നവരാണ്. എന്തോ അവരെടുത്തിരിക്കുന്ന സ്റ്റെപ്പ് ശരിയല്ല. രക്ഷിതാക്കളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ പലതായിരിക്കും. കാരണം ഇന്ന് കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്, ഇവരെക്കാളും നല്ല ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. പിന്നെ മനുഷ്യന്റെ മനസ്സാണെങ്കിൽ ലാഭം കുറവാണെങ്കിൽ ഒരു ദിവസം എല്ലാം ഇട്ടെറിഞ്ഞു പോവും. പിന്നെ അതല്ല, നാളെ ഇവൻ ബിസിനസ്സിലെങ്ങാനും കുറവ് വന്നാൽ എൻ്റെ അടുത്ത് വന്ന് കൂടുതൽ സ്ത്രീധനം ചോദിക്കുമോ എന്നൊക്കെയുള്ള വിചാരങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരുപക്ഷെ അവരുടെ കാൽക്കുലേഷനിൽ ഉണ്ടാവുമായിരിക്കാം. തീർച്ചയായിട്ടും അച്ഛനമ്മമാർക്ക് പേടിക്കാനുള്ള കാര്യങ്ങൾ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തന്റെ ബിസിനസ്സിന് വേണ്ടി സ്ത്രീധനം ചോദിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അവരുടെ വിചാരം ഇത് അമ്മായിയപ്പന്റെ ജോലിയാണ്, എന്റെ ബിസിനസ് നടത്തിത്തരേണ്ടതെന്നാണ്. പല കമ്മ്യൂണിറ്റിയിൽ അത് കാണാൻ സാധിക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ആഭരണം ആദ്യം ബാങ്കിൽ വെച്ച് പിന്നെ ഒരു പോക്ക് പോകും ഗൾഫിലേക്ക്, തിരിച്ചു വന്നിട്ട് അവളോട് പറയും നീ നിന്റെ പാട് നോക്കുന്നുള്ളത്. അപ്പൊ എന്ന് പറയുന്ന രീതിയിൽ പലപ്പോഴും സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഏതായാലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അച്ഛനമ്മമാര് പെൺകുട്ടികളോട് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്, ബിസിനസ് ചെയ്യുന്ന പയ്യന്മാര്, ആ പയ്യന്മാരുടെ കൂടെ ജീവിക്കുന്നത് ഇത്തിരി റിസ്ക് ആണ്. കാരണം ഒരുപാട് ടെൻഷനുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവരെ കൂടുതൽ നല്ല രീതിയിൽ അവരോട് ഇടപഴകാനുള്ള മാനസിക ഒരു മെന്റാലിറ്റി അവർക്കുണ്ടാവണം. കാരണം പരാജയം സംഭവിക്കുന്ന സമയത്ത് പെൺകുട്ടി ഒരു ശക്തി കൊടുക്കാതെ പോയാൽ, ഒരു ഉണർവ് കൊടുക്കാതെ പോയാൽ ഒരുപക്ഷെ അതോടുകൂടി അദ്ദേഹം ഒന്നുകൂടി മാനസികമായി തളരും. അതുകൊണ്ട് ബിസിനസ്സിൽ ഇടപഴകുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കല്യാണം കഴിക്കുന്നത് പോലെയല്ല ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ കല്യാണം കഴിക്കുന്നത്. കാരണം ഗവൺമെന്റ് ജോലി ചെയ്യുന്നവർക്ക് ഫ്യൂച്ചർ അഷ്വേർഡ് ആണ്. ജോലി ചെയ്തില്ലെങ്കിൽ സർക്കാരിന്റെ ശമ്പളം വീട്ടിലെത്തിക്കൊള്ളും. എന്നാൽ ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൺ ആണ്. നാളെ ബിസിനസ് ഉണ്ടാവോ എന്ന് പോലും പറയാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് അച്ഛനമ്മമാര് പെൺകുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കണം. എന്നിട്ട് അവരെ കൊണ്ട് പറയണം, ബിസിനസ്സിൽ എപ്പോഴും താഴ്ചയും ഉയർച്ചയും ഉണ്ടാവും. ഒരു ബിസിനസ് പൊട്ടിപ്പോയാലും വേറെ ബിസിനസ്. എപ്പോഴും മനുഷ്യന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കാനുള്ള കഴിവുണ്ട്. ഒന്നിലും മനുഷ്യൻ തങ്ങി നിൽക്കുന്നില്ല. അവൻ പുതിയ പുതിയ മേഖലകളിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കും. മനുഷ്യ മനസ്സിന്റെ ഒരു വ്യാപ്തി അതാണ്. നമ്മളാരും ഒന്ന് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്തിരിക്കില്ല. നമ്മളെപ്പോഴേക്കും അടുത്ത മേഖലയിലേക്ക് നോക്കും. മനുഷ്യന്റെ മനസ്സ് വെള്ളം പോലെയാണ്. അതിങ്ങനെ കെട്ടിവെച്ചു കഴിഞ്ഞാൽ
ഒരു ഭാഗത്ത് ആദ്യം ഒഴുകും, പിന്നെ വേറൊരു ഭാഗത്തേക്ക് പിന്നൊഴുകും. ഇങ്ങനെയാണ് മനുഷ്യ മനസ്സ്. അതിന് വ്യാപ്തിയുണ്ട്, അതിന് വിശാലതയുണ്ട്, അതിന് വിസ്തൃതിയുണ്ട്, അതിന് ഒഴുക്കുണ്ട്. അതെപ്പോഴും പ്രവഹിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു പെൺകുട്ടിയെ പ്രിപ്പയർ ചെയ്ത് വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ ധാർമ്മികമായ കാര്യങ്ങളിലേക്ക്, നല്ല ബന്ധങ്ങളിലേക്ക്, നല്ല ആളുകളുമായിട്ടുള്ള ഇടപെടലുകളിലേക്കൊക്കെ ആ പെൺകുട്ടിയെ കൊണ്ട് പ്രേരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭർത്താവ് പുതിയ മേഖലകളിൽ കണ്ടെത്താനും പുതിയ മേഖലകളിൽ തന്നെ ഉയർത്തുവാനും സാധിക്കുന്ന ഒരാളായിരിക്കണം. ഏറ്റവും നല്ല ഉദാഹരണം കുന്തി ദേവിയാണ്. 5 ഭർത്താക്കന്മാരെ മാനേജ് ചെയ്യാനാണ് പാഞ്ചാലിയെ പരിശീലിപ്പിച്ചിട്ടുള്ളത്, ഒരു ഭർത്താവിനെ കൂടിയല്ല. അപ്പൊ അവിടെ എന്താ പറയാ, പാഞ്ചാലിയുടെ മുന്നിലുള്ള അർജുനൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഭീമസേനാണെങ്കിൽ എത്ര കഴിച്ചാലും മതിയാവാത്തൊരു സാധനം. ധർമ്മപുത്രനാണെങ്കിൽ എപ്പോഴും ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാള്. നകുലനും സഹദേവനാണെങ്കിൽ എപ്പോഴും സാരിത്തുമ്പിന്റെ പുറകിൽ മാറാത്ത ആളുകൾ. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് ഒരു പാഞ്ചാലി മാനേജ് ചെയ്തിരിക്കുന്നത്. പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏത് തകരുന്ന വ്യക്തിത്വത്തെയും ഉണർത്തിയെടുക്കാൻ കഴിവുണ്ട്. അങ്ങനെയുള്ളൊരു മകളെ ഉണ്ടാക്കി അല്ലെ സൃഷ്ടിക്കുക. ആ മകളെ എന്താ പറയാ മാറ്റിയെടുക്കുന്നതിന് പകരം ഒരു ബിസിനസ്സുകാരനെ വെറുക്കുന്നതിൽ യാതൊരു ലോജിക്കും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അച്ഛനമ്മമാര് ബിസിനസ്സുകാരെയല്ല വെറുക്കേണ്ടത്, ബിസിനസ്സുകാരനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, ആ ബിസിനസ്സുകാരന്റെ തകർച്ചയിൽ അവർക്ക് ഉണർവും ഊർജവും കൊടുക്കാൻ സാധിക്കുന്ന, ബിസിനസ്സുകാരന്റെ വളർച്ചയിൽ അവരെ ധാർമ്മികമാക്കാൻ സാധിക്കുന്ന പെൺകുട്ടികളെയാണ് നിങ്ങൾ സൃഷ്ടിക്കേണ്ടത്. അവരുടെ മനസ്സിനെയാണ് നിങ്ങൾ മാറ്റിയെടുക്കേണ്ടത്. അതാണ് എന്റെ കാഴ്ചപ്പാട്.